ആ കാറ് തന്നെ. ഇറങ്ങി വാടാ. തുളുനാടൻ കത്രികപ്പൊട്ട് കാണിച്ചു കൊടുക്കടാ. ഇനി കടത്തനാടൻ ചുരികപ്രയോഗം കാണണോ? വേണ്ട, ചുരികയില്ലല്ലോ. മുമ്പേ കാണിച്ചത് നന്നായിരുന്നു. കൂടുതൽ കാണണമെന്നുണ്ടായിരുന്നു, നേരമില്ല. ഇപ്പോൾ കാണിച്ചത് വെറും സൂചനയാണ്. ഉറുമി, വാൾ, കെട്ടില്ല കെട്ട്, പൂഴിക്കടകൻ, അടവ് നമ്പർ 18 ഇവയെല്ലാം ഉണ്ട്. വേണേ കാണിക്കാം. 19ാമത്തെ അടവ് എനിക്കറിയാം. ഓട്ടം. ഞാൻ പറയുന്നതനുസരിച്ച് ഓടേണ്ടി വരില്ല. സർദാർ കൃഷ്ണക്കുറുപ്പിന്റെ വീട്ടിൽ ചെന്ന് താൻ അമേരിക്കക്കാരനല്ലെന്ന് പറയണം. ഓ, നിങ്ങൾ കൂലിത്തല്ലേരാണല്ലേ? കാറിൽ കയറ്. ഞങ്ങളുടെ മുന്നിൽ വെച്ച് താൻ സത്യം പറഞ്ഞില്ലെങ്കിൽ കതിരൂർ ഗുരുക്കളുടെ അനുഭവം ഇവിടെ ആവർത്തിക്കും. ഒരു കാര്യം ചെയ്യാം. ആരെങ്കിലും ചോദിച്ചാ പറയാം അമേരിക്കക്കാരനല്ലെന്ന്. ചോദിച്ചില്ലേലും പറയണം. അത് വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, നിങ്ങളുടെ പൂഴിക്കടകനും കെട്ടില്ല കെട്ടൊന്നും കാണാനും പറ്റില്ല. കാണിച്ചു നോക്കടാ. പേരെന്താ? കടത്തനാട്ട് പപ്പൻ ഗുരുക്കൾ. ഗുരുക്കൾ. എനിക്ക് ഈ കളരി വലിയ പരിചയമില്ലാത്തോണ്ട് ഞാൻ ഈ നാടൻ മട്ടിലും ശ്രമിക്കാം. എന്താ വലത്തുകാൽ വൈകോട്ട് വെച്ച് ഞാൻ കാണിച്ചുതരാം. വലത്തുകാൽ വയ്യോട്ട് വെച്ച് ഇടത്തുകാലി. ശരിയാണോ? ഇനി ഗുരുക്കൾ തന്ന് വലത്തുകാൽ ഇനിയോ ഗുരുക്കളെ? ഇനി ഒന്നും നോക്കണ്ട. കണ്ണും പൂട്ടി സർവാക്ക വർത്തണം. ഞാൻ കാണിച്ചുതരാം. കടകം കടകം കടകം. പൂഴിക്കിടക്കണടി 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 കോഴിക്കിടക്കണടി കടകം മറകടകം പൂഴിക്കിടക്കണടി കോഴിക്കിടക്കണടി. ഗുരുക്കളെ തീർന്നിട്ടില്ല. ഇനി ഞാൻ ഏറ്റാണ്. ഓതിരം ഓതിരം നീ എന്താ പറഞ്ഞേ? കതിരൂർ ഗുരുക്കൾ ആരാ? നിന്റെ അമ്മ എപ്പനോ? ചില്ലറ വല്ലതും കിട്ടിയ പോ 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 പോ. വേണ്ട വേണ്ടെന്ന് നോക്കുമ്പോ ഒരുത്തമ്മ തലയെ കയറുന്നു. ഇനി ഞാൻ തന്നെ അമേരിക്കക്കാരൻ. അങ്കിൾ, ആന്റി, എല്ലാരും വരൂ.
എന്നെ വിളിച്ചോ? അങ്കിൾ ഒന്നുകൂടെ വിളി. ഒന്നുകൂടെ വിളിക്കൂ. ആന്റിയെ കൂടെ വിളിക്കൂ. എന്താ കുഞ്ഞെ വിശേഷിച്ച്? അങ്കിൾ ആന്റിയെ കൂടെ ഒന്ന് വിളിക്കണം, പറയാം. തങ്കം, തങ്കം, നമ്മളോട് എന്തോ പറയാനുണ്ടെന്ന്. എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. ഞാനും എന്റെ ഡ്രൈവറും കൂടെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഒരു നാടൻ കളിക്കായിരുന്നു, വെറും ഒരു തമാശയ്ക്ക് വേണ്ടി, ഫോർ ഹൊറർ. പക്ഷേ എന്റെ ഡ്രൈവർ തമാശ മറന്ന് സീരിയസ് ആവാൻ തുടങ്ങിയിരിക്കുന്നു. കണ്ണിനെ കയം കാണിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. വെൽ, ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഇന്റീരിയർ ഡെമോക്രേഷൻസ്. അതിവിടെ സംഭവിച്ചിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസം നേടി വന്ന KT നായരുടെ മകൻ ഞാനാണ്. അത്രേ ഉള്ളൂ. നേരത്തെ അറിയാല്ലേ? എനിക്കറിയാം. ശോഭ എന്നോട് പറഞ്ഞു. പക്ഷേ അഭിനയിക്കാൻ വന്ന എന്റെ ഡ്രൈവർ അഭിനയം മറന്ന് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനെ നീട്ടിക്കൂടാ. പ്ലീസ് ഡോണ്ട് ലെങ്തൻ ഇറ്റ്. ഞാൻ തുറന്നു പറയാൻ ഐ എം ഫ്രാങ്ക്ലി സ്പീക്ക്. അവൾ എന്റെയും ശോഭയുടെയും വിവാഹം നാളെ തന്നെ നടത്തണം. നാളെ? നാളെയോ? നാട്ടുകാരോടും വീട്ടുകാരോടും വേണ്ട. പറയണ്ടേ? ഒരുപക്ഷെ ഇതറിഞ്ഞാൽ വിവാഹം നടന്നില്ലെന്ന് വരും. എന്റെ അച്ഛനും അമ്മയും പോലും ഇത് അറിയരുത്. എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം. We must suppress it, eh? അയ്യോ, അത് കഷ്ടമല്ലേ? അതെ, കഷ്ടമാണ്. പക്ഷേ ഈ വിവാഹം നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഇതറിയാൻ പാടില്ല. നമുക്ക് രഹസ്യമായി രജിസ്റ്റർ ചെയ്യാം. അത് സർദാർ കൃഷ്ണക്കുറുപ്പിന് നാണക്കേടാ. നേതാജി ക്ലബിലെ എല്ലാ മെമ്പേഴ്സും അറിയാതെ പറ്റില്ല. ആ കോമക്കുറുപ്പ് ഞെട്ടണം. എന്റെ മകൾ അമേരിക്കൻ പയ്യനെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യമറിഞ്ഞ് അവൻ നീറി പുകയണം. പുഹയ്ക്കാം. വെൽ, 3 days ടൈം. ഞാൻ 3 ദിവസം സമയം തരാം. 4-ാം ദിവസം രാവിലെ സൺറൈസിൽ മാരേജ് നടന്നിരിക്കണം. ആ ഡ്രൈവറെ ഇന്ന് തന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റണം. വെൽ, മാറ്റി. മാറ്റും. നീ എന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റുമല്ലടാ? മാറ്റോടാ. നീ എന്നെ ആൾക്കാരെ വിട്ട് തല്ലിച്ചല്ലേ? തല്ലിച്ചോ? കളി അവിടം വരെ ആയോ? ആന്റി, പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. നീ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പറയടാ. നീ അമേരിക്കയിൽ എവിടെയായിരുന്നു? അത് പിന്നെ അമേരിക്കൻ ജംഗ്ഷനിൽ. അമേരിക്കൻ ജംഗ്ഷൻ പോലും അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? അമേരിക്കൻ ജംഗ്ഷനില്ല പോലും. ജംഗ്ഷനില്ലാത്ത നാടുണ്ടോ? മണ്ടൻ കുണാപ്പി, നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. അങ്കിൾ, ഇവനാണോ അമേരിക്ക, ഞാനാണോ അമേരിക്ക എന്ന് ഞാനിത് തെളിയിക്കും. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ DC to Miami Beach? How many kilometers from Washington DC to Miami Beach? I am the answer. Kilometers and kilometers. In these days of degenerating decencies of Miami Beach to Washington, when diplomacy and duplicity become interchangeable from complicated America to America. Stop it. See, uncle, അമേരിക്കയിൽ പോയി എന്ന് അവകാശപ്പെടുന്ന ഇവന് ഇംഗ്ലീഷ് ഗ്രാമർ പോലും അറിയില്ല. He doesn't know the basics of English grammar. American grammar illade. You talk too much. I'll kick your face and get out. You talking nonsense in the house of my wife, mother and father. Uncle, send him out. Out house. Go away. Go away, stupid. In the house of my wife and daughter, you will not see any minute of the today. ഇറങ്ങി പോടാ. അവനെ പറഞ്ഞു വിടണ്ട. അവൻ ഔട്ട് ഹൗസിൽ താമസിക്കണം. No sorry of the excuse, believe. Get out house. Out. ഒന്ന് വേഗം വരയ്ക്കടാ. ഒരു സബ്ജക്ട് ആലോചിക്കട്ടെ. Take your own time, Shivan. സബ്ജക്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു തെണ്ടി കാര്യസാധ്യത്തിന് വേണ്ടി അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലും വഞ്ചിക്കുന്നു. അവന്റെ കറുത്ത മനസ്സിന്റെ ചിത്രമാവട്ടെ. നിനക്കത് നന്നായിട്ട് വരയ്ക്കാനും കഴിയും. തന്നെത്താനെങ്കിൽ വരയ്ക്കാൻ മതി. ഞങ്ങായിരിക്കും. അരുണ, പ്ലീസ്, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. നിങ്ങൾ കുറച്ചേരം അങ്ങോട്ട് മാറി നിൽക്കൂ. Okay, come on, Damota. അത് വേണ്ട, എവന്റെ വരപ്പ് എനിക്കൊന്ന് കാണണം. രണ്ടാളും മാറി നിന്നാലേ ഞാൻ വരയ്ക്കൂ. സൃഷ്ടിയുടെ വേദന എന്തെന്ന് മരങ്ങോടന്മാർക്ക് അറിയാൻ കഴിയില്ല.
പ്ലീസ് ദാമുട്ട കം. വരാ വരാ. ഒരു ചിത്രകാരൻ വരയ്ക്ക്. നിന്റെ ചിത്രം കാണുമ്പോൾ അവള് നിന്നെ കാർക്കിച്ച് തുപ്പും. ഇതിന് ഇങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവട്ടെ. സൃഷ്ടി കഴിഞ്ഞു, വരാം. അയ്യയ്യേ, എന്തോന്നാടാ ഇത്? എന്തോന്ന് അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത്? ബൈ ശിവൻ അണ്ടകടാഹം. എന്തോന്നാടാ ഇതിന്റെ അർത്ഥം? ഇതിന് പറ്റിയ പേര് പോക്കർ തരുന്ന. കണിയാനെ പിടിച്ച് തെങ്ങി കയറ്റിയ ഇതുപോലെ ഇരിക്കും. ഈ ചോപ്പ് ഉണ്ടോ? ഇതാണ് ഭൂമി. വിയറ്റ്നാമിലും ക്യൂബയിലും തെറിച്ചു വീണ മനുഷ്യരക്തം ഭൂമിയെ ചോപ്പിച്ചിരിക്കും. പച്ച, ഇതാണ് പ്രതീക്ഷ. കറുപ്പ് ആകാശം. ഈ കറുപ്പ് പൊല്യൂഷൻ കാരണം ആകാശം ഇരുണ്ടു കൂടിയിരിക്കുന്നതാണ് സങ്കല്പം. ഈ മഞ്ഞ തെറ്റായിരിക്കും. അതെ, അല്ല, മൗനം മൗനം. പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത നിരാലംബരായ മനുഷ്യരുടെ നിശബ്ദമായ രോദനം. എന്തൊരു ഭാവന. മണ്ണാൻ കേട്ട എന്തെങ്കിലും തോന്നിയാസം കുത്തിവരച്ചിട്ട് മോഡേൺ ആക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായില്ല. മനസ്സിലായില്ലല്ലോ? ഇല്ല, മനസ്സിലാക്കി തരാം. ദാ, ഇതാണ് മുദ്ര. മുദ്ര, കൈമുദ്ര. വണ്ടർഫുൾ ശിവൻ. ഇറ്റ്സ് വണ്ടർഫുൾ. ജീവിതമാണ് എന്റെ ചിത്രം, ചിത്രമാണ് എന്റെ ജീവിതം. അച്ഛാ, 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 ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാ. കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. കാശ് വേണം. കാശ് എന്റെ ഉണ്ട്. അത് ഞാൻ സമ്മതിക്കത്തില്ല. കല്യാണം കഴിയുന്നവരെയുള്ള എല്ലാ ചെലവും സർദാർ കൃഷ്ണക്കുറുപ്പ് വഹിക്കും. എന്നെ നീ പിച്ചക്കാരനാകാടെ. അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ചില ഇവിടെ തന്നെ താമസിക്കുമെങ്കിൽ അതും ഞാൻ വഹിക്കും. ഇവിടെ അല്ലാതെ വേറെ എവിടെ താമസിക്കുക? എനിക്ക് വളരെ സന്തോഷം. ഞങ്ങൾക്ക് ആകെയുള്ള ഒരു മോളാ. കുഞ്ഞിവിടെ തന്നെ താമസിക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടം. അല്ല, കല്യാണക്കാര്യം അമേരിക്കയിലുള്ള എല്ലാവരെയും അറിയിച്ചോ? എല്ലാരും അറിയിച്ചു. മിക്കവാറും ഒരു 10-500 അമേരിക്കക്കാര് പന്തല് കാണും. പന്തല് നല്ല വെളുവെള്ളാന്നിരിക്കും. വെളുക്കട്ട് വെളുക്കട്ട്. ആ കോമക്കുറുപ്പിന് തല ഉയർത്തരുത്. കല്യാണത്തിന് ശേഷം ഉയരുന്ന എല്ലാ തലയും ഞാൻ താഴ്ത്തും. അത് മതി, അത് മതി. അങ്കിൾ, അങ്കിൾ, എനിക്കൊന്ന് ഫോൺ ചെയ്യണമായിരുന്നു. എവിടേക്ക്? ചുടുകാട്ടിലേക്ക്. അത് ഞാൻ ഫോണിന്റെ ഉടമയോട് പറഞ്ഞോളാം. എന്റെ മകളുടെ ഭാവി വരനോടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് ഓർമ്മ വേണം. കളി ഇപ്പൊ കാര്യമായോ? അങ്കിൾ, എനിക്ക് എന്റെ അച്ഛനോടൊന്ന് സംസാരിക്കണം. അച്ഛന്? ഏതച്ഛൻ? എന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞോളാം, തനിക്ക് വട്ടാണെന്ന്. അങ്കിൾ, ഇവനെ ഇതിന്റെ അകത്ത് കയറ്റി. ഇനി ഒരു സത്യം പറയാം, ഇവൻ സ്വല്പം മോഷ്ടിക്കുന്ന കൂട്ടത്തിലാണ്. അങ്കിൾ, ഇവിടുന്ന് വല്ല സാധനം പോയപ്പോ എന്നെ കുറ്റം പറയരുത്. ഇറങ്ങി പോരാ കഴുതേ. വണ്ടിക്കൂലി കഴിച്ച് ബാക്കിയുള്ള കാശ് എടുത്തോ, നാട്ടിലേക്ക് ഒന്ന് കറങ്ങിട്ട് വാ. പോ 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 പോ. അങ്ങനെ ഞാൻ പോകുമെന്ന് നീ വിചാരിക്കണ്ട. ആ തക്കൻ നോക്കി കല്യാണം കഴിക്കാമെന്ന് മോഹിക്കുകയും വേണ്ടടാ. വാങ്ങിക്കും. അങ്കിൾ, ഇറങ്ങി പോടാ കഴുതേ. അങ്കിൾ, എന്ത് വന്നാലും അവനെ ഫോൺ ചെയ്യാൻ പറ്റരുത്. അച്ഛനോട് വല്ലതൊക്കെ വിളിച്ചു പറയും. അവനീ തറ ചവിട്ടത്തില്ല. അച്ഛ രൂപ, രൂപ. അല്ലെ വേണ്ട, ഇത് നീ അങ്ങ് വെച്ചോ. പോയിട്ടോ. മടി 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 മടി. ഓ, പ്രിയപ്പെട്ട അച്ഛ, ഇവിടെ പ്രശ്നം ഗുരുതരമായിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മൾ പോറ്റി വളർത്തിയത് ഒരു വിഷപ്പാമ്പിനെയായിരുന്നു അച്ഛ. നമ്മുടെ ഡ്രൈവർ, അവൻ പാല് കൊടുത്ത കൈക്ക് തിരിഞ്ഞു കുത്തിയിരിക്കുകയാണ്. എല്ലാം നേരിൽ പറയാം. ഉടനടി ഇവിടെ എത്തുക, ഒട്ടും വൈകരുത്. ശോഭ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാനിപ്പോ വരാം. ശരി. സാർ, 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 മേൽലാസം തെറ്റി. മേൽലാസം തെറ്റിന്ന് അമ്മാവനയക്കേണ്ട കത്ത് അച്ഛന്റെ മേൽലാസമായി പോയി. ആരെങ്കിലും ഒരാൾ വായിക്കട്ടോ, കാര്യം അറിഞ്ഞാ പോരെ. അല്ല സാർ, പിന്നെ മകളുടെ കല്യാണം നിശ്ചയിച്ചുള്ള കത്ത. പെണ്ണുപാടി കല്യാണം വന്നു.
എന്താ അഡ്രസ്? KT നായർ മലയിൽ ഹൗസ് കുന്നംകുളം PO. താനൊന്ന് നോക്ക്, ഞാനും നോക്കാം. ഓ ദേ, ഇത് മാറ്റി KT നായർ മിലിറ്ററി ക്വാർട്ടേഴ്സ് ജമ്മു കാശ്മീർ. പുള്ളി യുദ്ധത്തിലാ. അതെ വേറെ വേന വേന. ഹലോ, ഐ ആം അഡ്വക്കേറ്റ് ദാമോദരൻ. എനിക്ക് താങ്കളെ അറിയാം. അതിന് ഞാൻ വേണം. അല്ല, എനിക്ക് താങ്കളെ അറിയാം. കൃഷ്ണക്കുറുപ്പിന്റെ മകളെ കെട്ടാൻ പോകുന്ന അമേരിക്കക്കാരൻ. അപ്പുറത്തെ കാർ നിർത്തുന്നത് ഞാൻ കണ്ടു. കൃഷ്ണക്കുറുപ്പിന്റെ അച്ഛനും കോമക്കുറുപ്പിന് താങ്കളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. എന്ത് കാര്യം? കൃഷ്ണക്കുറുപ്പിന്റെ ചില കുടുംബ രഹസ്യങ്ങൾ. ഞാൻ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിലും വലിയ വലിയ രഹസ്യങ്ങളുടെ ചുരുളഴിയുമോ എന്ന പേടിയായി കഴിയുന്നവനായി ഞാൻ. അത് പറയരുത്. താങ്കളെ രക്ഷിക്കാനാണ് ഇത് പറയുന്നതെന്ന് വിചാരിച്ചോളൂ. ഞാന് ഒന്നും പറയണ്ട, വന്നാട്ടെ. വേണ്ടേ? എന്നാ അങ്ങോട്ട് പോവാ. എല്ലാം പൊള്ളയാണ്. എവറിത്തിങ് എം ടി. ആ വീടും അവൻ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തുക്കളും 3 മാസത്തിനകം ഞാൻ ജപ്തി ചെയ്യും. അതോടെ കൃഷ്ണക്കുറുപ്പ് തെരുവാധാരമാകും. IPC 47 ഖണ്ഡികയിൽ പറയുന്ന മരുമക്കത്തായ സമ്പ്രദായത്തിന്റെ സാധുതയെ ഞാൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. സ്വത്താഗ്രഹിച്ചിട്ടൊന്നുമല്ല ഞാൻ ശോഭയെ കെട്ടുന്നത്. എന്നാ ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു 6 മാസം മുമ്പ് ഒരു ദുബായിക്കാരൻ ചെറുക്കനെ കൊണ്ട് തന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ആ കൃഷ്ണക്കുറുപ്പ് ഒരു വിദ്യാനെ തന്റെ വീട്ടിൽ കുറെ കാലം താമസിപ്പിച്ചിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അവൻ കല്യാണം കഴിച്ചില്ലെന്ന് മാത്രമല്ല, ആ പെണ്ണ് കുറെ കാലം ആശുപത്രിയിലായിരുന്നു. ബാക്കി കാര്യം ഞാൻ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ആ നിലയ്ക്ക് ഇങ്ങനെ ഒരു യച്ചി ബന്ധം വേണ്ടെന്ന് വെക്കുന്നതല്ലേ നല്ലത്? നമുക്ക് ആലോചിക്കാം. ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നീ ഇവിടെ അളിയാ, നീ ഇവിടെ എവിടെ? ഞാനിവിടെ അല്ലേ? ഹോട്ടലിൽ നിന്നൊക്കെ വിട്ടാ? ഹോട്ടൽ വിട്ടോ? അയ്യോ, വിട്ടോന്നല്ല, ഹോട്ടൽ വിറ്റോന്ന്. എന്റെ ഷെയറില് അച്ഛൻ നമുക്ക് തന്ന ഹോട്ടലില്ലേ, അത് വിറ്റോന്ന്. നീ അറിഞ്ഞില്ലേ? നല്ല എമൗണ്ട് കിട്ടി ഇല്ലേ? ഇല്ലേട്ടാ? അതല്ല പിന്നെ നീ ഇവിടുത്തെ പുതിയ ഡ്രൈവർ ആയിരിക്കും. അങ്കിൾ നല്ല രഹസ്യം ഡ്രൈവറാണ്. ഇവനെ വെച്ചാ മതി. എടോ, താനെന്തൊരു പിടിച്ചാ പറയുന്നത്? എനിക്കറിയാം, ഡ്രൈവർ ശംഭു. അല്ല, ഞങ്ങൾ പണ്ട് ഒരുമിച്ച് പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് മാത്രമേ ഈ ടൊയോട്ടയും ബെൻസും ഇമ്പാലയൊക്കെ ഉള്ളൂ. അപ്പൊ അത് ഓടിച്ചാണ് ഞാൻ ഹോട്ടലും സ്കൂളിലൊക്കെ പോയിക്കൊണ്ടത്. അതുകൊണ്ട് പിള്ളേർ കളിയാക്കി എന്നെ ഡ്രൈവർ ശംഭു എന്ന് വിളിക്കും. എന്തൊരു ഓർമ്മ. പിന്നെ അമേരിക്കയിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇവനെ കാണുന്നത്. അളിയോ, ഞാൻ നിന്നോട് പറയാൻ മറന്നു, ക്ഷമിക്കണം. ഞാൻ അമേരിക്കയിൽ പോയി, അമേരിക്കയിൽ നിന്ന് വന്നു. നിന്നെ കണ്ടുകൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണു പറയുന്നു. ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല. നീ ഇവിടെ എങ്ങനെ വന്നു? അളിയാ, എനിക്കും ശരിയാവില്ല. നീ വാ. ആവൂല്ലെന്ന് മാത്രമല്ല, പലതും വെളിയിലാവും. അതെന്താ? സന്തോഷം കണ്ട് ഓവർ എക്സൈറ്റഡ് ആയി. ഈ ഓവർ എക്സസൈസ് ആയിട്ട് ഹാർട്ട് തകരാറാക്കരുത്. ഓപ്പറേഷൻ ഓപ്പറേഷൻ നിനക്ക് അങ്കിൾ, ചേട്ടാ, അരുണ, ഞങ്ങൾക്ക് പരസ്പരം പലതും സംസാരിക്കാനുണ്ട്. ഉണ്ടാവും. പഴയ സ്നേഹിതന്മാർ നമുക്ക് കാണും, പലതും പറയാം. ഇതിലെന്തോ ഒരു കോനിഷ്ടുണ്ടല്ലോ.